ഷെക്കീന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ദുഃഖാർത്തരായിരിക്കുന്ന നമ്മുടെ സമൂഹം മുഴുവനും, ലോകം മുഴുവനും, വിശ്വാസികളല്ലാത്തവരും എല്ലാവരും ഒരുപോലെ ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. ഇതിനെ ഒരു ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പരമ്പരാഗതമായ സഭയിൽ നടക്കുന്ന ചില ആചാര അനുഷ്ഠാന ക്രമങ്ങളുണ്ട്. നമ്മളൊരു പക്ഷേ കേട്ട് കാണും. ഒന്നാമത്തെ കാര്യം നോവൻ ദിയാലിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് 9 ദിവസത്തെ ദുഃഖാചരണത്തിന്റെ പരിപാടികളാണ്. ഇന്നത്തെ വത്തിക്കാൻ ന്യൂസ് സൈറ്റിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ദിവസത്തെയും രീതികൾ എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. 9 ദിവസം, ഒന്നാമത്തെ ദിവസം സെന്റ് പീറ്റേഴ്സിൽ തന്നെ, രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 10:30, അതുപോലെ തന്നെ വീണ്ടും മൂന്നാമത്തെ ദിവസം ഏപ്രിൽ 28 സെന്റ് പീറ്റേഴ്സിൽ തന്നെ. അങ്ങനെ ഓരോ ദിവസവും ആരാണ് ഈ ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുന്നത്, പ്രിസൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോവൻ ദിയാലിസ് തീരുന്നത് മെയ് 4-ാം തീയതിയാണ്. 4-ാം തീയതി 5 മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കാർഡിനൽ ഡൊമിനിക് മംബെരെത്തി എന്ന് പറയുന്ന പ്രോട്ടോ ഡീക്കൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസ് ആണ് അന്നേ ദിവസം കുർബാന ചൊല്ലി മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ 9 ദിവസത്തെ ഈ ദുഃഖാചരണത്തിന് ശേഷമാണ് മറ്റ് പ്രൊസീഡിങ്സിലേക്കെല്ലാം പ്രവേശിക്കുന്നത്. ഇനി ഫ്യൂണറൽ റൈറ്റ്സിന്റെ അല്ലെങ്കിൽ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം വത്തിക്കാനിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നാമതായി പേപ്പൽ ഇലക്ഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില രേഖകളുണ്ട്. ആ രേഖകൾ, ഒന്നാമത്തെ രേഖ പൊന്തിഫീച്ചി എലിജേന്തോ എന്ന് പറയുന്ന അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് 1975 പൗലോസ് 6-ാമൻ മാർപ്പാപ്പ, പോൾ 6-ാമൻ മാർപ്പാപ്പ വത്തിക്കാൻ കൗൺസിലിന് ശേഷം പുറപ്പെടുവിച്ച ഒരു അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് റൊമാനോ പൊന്തിഫീച്ചി എലിജേന്തോ, ഇലക്ടിംഗ് ദ റോമൻ പൊന്തിഫ് എന്ന് പറയുന്ന ഒരു രേഖ. അതിനുശേഷം അതിലേക്ക് ചില മാറ്റങ്ങളും ചില പരിഷ്കരണങ്ങളും 1996 യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേജിസ് എന്ന് പറയുന്ന ദ യൂണിവേഴ്സൽ കർത്താവിന്റെ സാർവത്രിക ഇടയ സമൂഹം എന്ന് പറയുന്ന ഒരു രേഖ വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1996 പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഈ ഇലക്ഷനെയും അതുപോലെ തന്നെ വത്തിക്കാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള രേഖകൾ. ചെറിയ മാറ്റങ്ങൾ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പിന്നീട് ചേർത്തതായിട്ടുണ്ട്. അത് വളരെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അത് ഈ യൂണിവേഴ്സിറ്റി ഡൊമിനിച്ചി ഗ്രേജിസ് എന്ന് പറഞ്ഞ ജോൺ പോൾ മാർപ്പാപ്പയുടെ ആ റിഫോർമേഷൻ, ആ പരിഷ്കരണത്തിന്റെ മീതെ ചെറിയ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ 3 രേഖകൾ. അതുപോലെ എസ്ഐക്യൂം എന്ന് പറയുന്ന ഒരു റീത്ത്, അതായത് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പയുടെ ഫ്യൂണറൽ റൈറ്റ്സും ഒക്കെ നടക്കുന്നത്. അതിനുശേഷം മറ്റൊരു പുസ്തകം കൂടി ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് റോമൻ പൊന്തിപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഒരു ആരാധനാക്രമ, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ഇടയിലാണ് യഥാർത്ഥത്തിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. അല്ലാതെ എല്ലാവരും ഒരു പൊളിറ്റിക്കൽ രീതിയിൽ ഇതിനെ കാണുന്നത് ശരിയല്ല. മറിച്ച് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ മാർപ്പാപ്പയുടെ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ആരാധനാക്രമ പുസ്തകവും ലഭ്യമാണ്. അതെല്ലാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വത്തിക്കാൻ വെബ്സൈറ്റിൽ ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് ലഭ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതേ തുടർന്നുള്ള മറ്റ് ക്രമങ്ങൾ ഇപ്രകാരമാണ്. ആദ്യം തന്നെ നമുക്കറിയാം, വത്തിക്കാന്റെ ഭരണം താൽക്കാലികമായി ഈ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ, മാർപ്പാപ്പയുടെ മരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് പ്രീഫെക്ട്സ് എല്ലാം, കാർഡിനൽ പ്രീഫെക്ട്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പറയാ
ഈ വത്തിക്കാന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളുകളെല്ലാം അവിടെ ഭ്രഷ്ടരാകുകയല്ല, സ്ഥാനത്തിൽ നിന്നൊഴിയുന്നു. അവർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം പിന്നീട് പുതിയ മാർപ്പാപ്പ വരുന്നിടം വരെ ഉണ്ടാകുന്നില്ല. മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് എല്ലാ പ്രീഫെക്ട്സും എന്ന് പറയുന്നത് നമുക്കറിയാം, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഉണ്ട്, പ്രൊപ്പഗാന്ത ഫീദെ, അങ്ങനെ ഡിക്കാസ്റ്റുകളുണ്ട്. ആ ഡിക്കാസ്റ്റുകളുടെ എല്ലാം തലവന്മാര് അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കുകയാണ്. അവർക്ക് പിന്നെ സ്വതന്ത്രമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, ഒരു ഭരണപരമായ തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ അവിടെ സെക്രട്ടറിമാരും മറ്റുദ്യോഗസ്ഥരൊക്കെ നിലനിൽക്കുന്നു. അതിന്റെ ഹെഡ്സ്, തലവന്മാരായിട്ടുള്ളവർക്ക് മാത്രം ഫങ്ഷൻ ചെയ്യാനായിട്ട് പിന്നെ സാധിക്കുകയില്ല. പിന്നെ പുതിയ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ട് അവരെ വീണ്ടും ആ സ്ഥാനത്ത് നിയമിക്കുന്നിടം വരെ അവര് ആ സ്ഥാനത്തില്ല. പിന്നെ ആരാണ് റോമിലെ ഭരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് കമർലെങ്കോ ആണ്. ഇപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്കൊക്കെ പ്രധാനമായിട്ടും നേതൃത്വം വഹിച്ചത് കമർലെങ്കോ ആണ്. കമർലെങ്കോ എന്ന് പറയുന്നത് ചാമ്പർലൈൻ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി മാർപ്പാപ്പയുടെ സേദെ വക്കാന്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ മാർപ്പാപ്പയുടെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്ന സമയത്ത് വത്തിക്കാന്റെയും റോമ അതുപോലെ തന്നെ സഭയുടെയും ഭരണപരമായ കാര്യങ്ങൾ ാണ് ഈ ചാമ്പർലൈൻ ആയിട്ടുള്ള കർദിനാളിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ധാരാളം ഈ കഴിഞ്ഞ ഇന്നലത്തെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം വെച്ച അദ്ദേഹമാണ്. വാതിൽ അടച്ച് സീല് ചെയ്യുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഈ കമർലെങ്കോ ആണ്. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് ജോവാനി ബാപ്റ്റിസ്റ്റ റേ എന്ന ആളാണ് ഇപ്പോൾ കർദിനാൾ സംഘത്തിന്റെ നേതാവ്. കർദിനാൾ സംഘത്തിന്റെ നേതാവായ ജോവാനി ബാപ്റ്റിസ്റ്റ റേ എന്ന് പറയുന്ന കർദിനാള്. അദ്ദേഹത്തിന് 91 വയസ്സുണ്ട്, വളരെ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് കർദിനാൾ സംഘത്തിന്റെ നേതാവ്. അപ്പോൾ ആ കർദിനാൾ സംഘത്തിന്റെ നേതാവും ഈ കമർലെങ്കോ എന്ന് പറയുന്ന കർദിനാളും പിന്നെ അതിന്റെ കൂട്ടത്തിൽ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ അസിസ്റ്റന്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അധികാരത്തിൽ ഉള്ള 3 പ്രധാനപ്പെട്ട വ്യക്തികൾ. അവരെ സഹായിക്കുന്നതിനായിട്ട് റോമിൽ വന്നുകൊണ്ടിരിക്കുന്ന കർദിനാൾമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് 3 പേര് ആ സംഘത്തെ സഹായിക്കാനായിട്ട് കൂട്ടത്തിലുണ്ടാകും. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇത് ഇപ്പോൾ നിലവിലുള്ളത്. അതൊരു സുരക്ഷിതത്തിനും കൂടിയാണ്. കാരണം ഭരണപരമായ തീരുമാനങ്ങൾ മാർപ്പാപ്പ എടുക്കുന്നത് പോലെ എടുക്കാതിരിക്കാൻ വേണ്ടി തന്നെ വളരെ ോടുകൂടെയുള്ള സഭയുടെ ഒരു വിവേകമാണ് ഒരാളിൽ തന്നെ മാർപ്പാപ്പ ഇല്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള എന്താ പറയുന്നത് അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വത്തിക്കാന്റെ ഇപ്പോഴത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ ശുശ്രൂഷകളെ കുറിച്ച് നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം മാർപ്പാപ്പയുടെ മുദ്രമോതിരം മാറ്റുന്നു. അതിനുശേഷം മാർപ്പാപ്പ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. പഴയ കാലത്തെ പോലെ ചുറ്റികൊണ്ട് അടിക്കുന്ന ഒരു ക്രമമൊന്നും ഉണ്ടതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് അത് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം അതിനെ ഔദ്യോഗികമായിട്ട് വത്തിക്കാനിലെയും നേരത്തെ പറഞ്ഞ കർദിനാൾ സംഘത്തിന്റെ അധ്യക്ഷനും ഡീനായിരിക്കുന്ന കർദിനാളും പിന്നെ കമർലെങ്കോ ചാമ്പർലൈൻ ആയിരിക്കുന്ന കർദിനാളും അതുപോലെ തന്നെ മുൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പിയട്രോ പരലിൻ, അതുപോലെ തന്നെ പെഞ്ഞപ്പാറ എന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ആൾ, അവരൊക്കെയാണ് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം ചേർന്ന് മരണം സ്ഥിരീകരിച്ച് താൻ വസതിയിലുള്ള കപ്പേളയിൽ അതിനെ മൃതശരീരം ഭൗതിക ശരീരം വെച്ചതിന് ശേഷം ഇന്നലെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റോളാണ് കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറയും. കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറഞ്ഞാൽ വത്തിക്കാനിൽ ഇപ്പോൾ മാർപ്പാപ്പ അപ്പോയിന്റ് ചെയ്ത കർദിനാൾമാരുടെ എല്ലാവരുടെയും കൂടിച്ചേർന്ന പേരാണ് കോളേജ് ഓഫ് കാർഡിനൽസ്. എന്നാൽ ആ കോളേജ് ഓഫ് കാർഡിനൽസിൽ തന്നെ 2 തരം കാർഡിനൽസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. എന്താണ് 2 തരം കാർഡിനൽസ്?
ഒന്നാമത്തെ കാർഡിനൽ എന്ന് പറയുന്നത് കാർഡിനൽ ഇലക്ടേഴ്സ് ഇലക്ഷന് പങ്കെടുക്കാൻ സാധിക്കുന്ന കാർഡിനൽ. അതെന്ന് വെച്ചാൽ 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരാണ് കാർഡിനൽ ഇലക്ടേഴ്സ് ഈ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. 120 പേരായിട്ട് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡൊമിനിച്ചി ഗ്രേജിസ് എന്ന് പറയുന്ന രേഖയിൽ 120 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ 135 കാർദിനാൾമാർക്ക് വോട്ടവകാശമുണ്ട്. അതെങ്ങനെ ക്രമീകരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത എനിക്ക് ലഭ്യമല്ല. ഇതിലെ ഈ പറയുന്ന വത്തിക്കാന്റെ ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷനിലും അത് ലഭ്യമല്ല. എന്നാൽ 135 പേർക്ക് വോട്ടവകാശം മാർപ്പാപ്പയുടെ ഇലക്ഷനിലെ കാണുന്നുണ്ട്. ഈ വത്തിക്കാനിലെ ഇപ്പോൾ ലഭ്യമായ വെബ്സൈറ്റിലെയും മറ്റ് കമ്മ്യൂണിക്കേഷനിലും പറഞ്ഞിരിക്കുന്നതനുസരിച്ച്. അതുപോലെ തന്നെ 117 പേര് നോൺ ഇലക്ടേഴ്സ് ആണ്, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർദിനാൾമാരാണ്. അപ്പൊ 117 പേർക്ക് വോട്ട് അവകാശമില്ല. നമ്മുടെ ഭാരതത്തിനുണ്ടായിരുന്ന നമ്മുടെ അൽജരി പിതാവിന് കഴിഞ്ഞ ദിവസമാണ് 80 വയസ്സ് പൂർത്തീകരിച്ചത്. അഥവാ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. പക്ഷെ അദ്ദേഹം കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഭാഗമാണ്, അദ്ദേഹത്തിന് പോകാം. പക്ഷെ ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. എന്നാൽ മറ്റ് 4 കർദിനാൾമാര് ഭാരതത്തിൽ നിന്നുണ്ട്. ഗോവ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത പാത്രിയാർക്കി ആയിരിക്കുന്ന ഫിലിപ്പോ നേരി, അതുപോലെ തന്നെ ഹൈദരാബാദിലെ ആർച്ച് ബിഷപ്പ് പൂള, കർദിനാൾ പൂള, അതുപോലെ തന്നെ കർദിനാൾ ജോർജ് കുബക്കാട്ട്, പിന്നെ നമ്മുടെ മലങ്കര സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ. അങ്ങനെ 4 പേർക്ക് നമ്മുടെ ഭാരതത്തിൽ നിന്ന് വോട്ടവകാശം ഉള്ള കർദിനാൾമാരായിട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ കോൺഗ്രിഗേഷൻ, ജനറൽ കോൺഗ്രിഗേഷൻ എന്ന് പറയും അതിനെ. ജനറൽ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കർദിനാൾമാര് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കർദിനാൾമാർ എല്ലാ ദിവസവും യോഗവും കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വത്തിക്കാൻ സൈഡിൽ ചില ദിവസം കാണാം. സിനഡൽ ഹാൾ എന്ന് പറഞ്ഞിട്ട് വത്തിക്കാന്റെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ഒരു ഹാൾ ഉണ്ട്. ആ ഹാളിൽ ചെന്ന് അവര് ഒരുമിച്ച് കൂടുകയും ആ യാമങ്ങളിലെ പ്രാർത്ഥിക്കുകയും ഒപ്പം സഭയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഒപ്പം ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും മാർപ്പാപ്പയുടെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റനേകം കാര്യങ്ങൾ ഈ ഇലക്ഷൻ ദിവസം വരെ ഈ കോൺഗ്രിഗേഷൻ തുടർന്നുകൊണ്ടിരിക്കും. ഈ ഇലക്ഷൻ മുന്നോട്ട് ഉള്ള ദിവസങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറഞ്ഞ സമ്മേളനം, ജനറൽ കോൺഗ്രിഗേഷൻ ഓഫ് കാർഡിനൽസ് എന്ന് പറയുന്ന സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഈ 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്ന് ഈ രേഖകളിൽ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ മാർപ്പാപ്പയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രേഖകളിൽ 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മാർപ്പാപ്പ മരിച്ച് 15 ദിവസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് തുടങ്ങാവൂ. അത് 20 ദിവസത്തിൽ കൂടുതലാകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, എന്നാൽ അത് 20 ദിവസത്തിൽ കൂടുതലാകാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 15നും 20നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ഈ ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇലക്ഷൻ പ്രക്രിയയുടെ പേരാണ് കോൺക്ലേവ്. എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു പേരാണത്. മുൻകാലങ്ങളിൽ കർദിനാൾമാര് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുണ്ടായ ചില പ്രതിസന്ധി ഘട്ടത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് അകത്ത് പ്രവേശിച്ച് സ്റ്റെയിൻ കപ്പേളയുടെ അകത്ത് പ്രവേശിച്ച് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നിടം വരെ അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തു കിടക്കണമെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഇൻസിസ്റ്റൻസ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതായിട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു പേരാണ് കോൺക്ലേവ് എന്നുള്ളത്. അതായത് അടയ്ക്കപ്പെട്ട പൂട്ടപ്പെട്ട സ്ഥലം. അതിന് നമുക്കറിയാം, കർദിനാൾമാർ അകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ മാർപ്പാപ്പയുടെ ദിവംഗതനായ മാർപ്പാപ്പയുടെ ലിറ്റർജി കാര്യങ്ങളുടെ ചുമതലയുള്ള വ്യക്തി ഇങ്ങനെ പറയും, എക്സ്ട്രാ ഓമിനസ് എന്ന് പറഞ്ഞ ലത്തീൻ വാക്കിന്റെ അർത്ഥം എല്ലാവരും, കർദിനാൾമാരല്ലാത്ത എല്ലാവരും പുറത്തു പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എക്സ്ട്രാ ഓമിനസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെ എല്ലാവരും പുറത്തു പോയി കഴിയുമ്പോൾ ആ വാതില് അടയ്ക്കും. അങ്ങനെയാണ് ഈ കോൺക്ലേവിന്റെ ഒരു ചടങ്ങ്. അതും ഈ വാക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വാതിലടച്ച് അതിൻ്റെ ഉള്ളിൽ
നടക്കുന്ന ഒരു രഹസ്യ ക്രമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കണക്കാക്കുകയല്ല, അങ്ങനെയാണ് ആക്ച്വലി യാഥാർത്ഥ്യത്തിൽ അതാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്ന അപ്പസ്റ്റോലിക് പാലസിന്റെ ഉള്ളിലുള്ള മാർപ്പാപ്പയുടെ വസതിയാണ് ഈ അപ്പസ്റ്റോലിക് പാലസ് എന്ന് പറയുന്നത്. അപ്പസ്റ്റോലിക് ആ പാലസിന്റെ ഉള്ളിലുള്ള സിസ്റ്റൈൻ ചാപ്പലിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന സംഭവം, മാർപ്പാപ്പ എലക്ട് ചെയ്യുന്ന സംഭവം നടക്കുന്നത്. ഇനി കർദിനാൾമാർ എവിടെ താമസിക്കും എന്ന് ചിലര് ചോദിക്കാറുണ്ട്. മുൻകാലങ്ങളിൽ കർദിനാൾമാർ താമസിച്ചിരുന്നത് ആദ്യം സിസ്റ്റൈൻ ചാപ്പലിന്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മാർപ്പാപ്പയെ എലക്ട് ചെയ്യാനായിട്ട് താമസിച്ചപ്പോൾ ചരിത്രത്തിൽ ചില സമയത്തെങ്കിലും ആ മുറിക്കുള്ളിൽ ഇട്ട് പൂട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ കോൺക്ലേവ് എന്നുള്ള വാക്കൊക്കെ അത് ഉത്ഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സിസ്റ്റൈൻ ചാപ്പലിന്റെ ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഇവർ താമസിക്കുന്നതായിരുന്നു വളരെ കാലം നീണ്ടുനിന്ന ഒരു പതിവ്. പിന്നീട് അത് മാറ്റി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ഡോമുസ് സാന്താ മാർത്ത എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസ് വത്തിക്കാന്റെ മതിലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പൊ മാർപ്പാപ്പ താമസിച്ചത് ആ ഹൗസിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ കർദിനാളായി താമസിച്ച അതേ ഭവനത്തിൽ തന്നെയാണ് മരണം വരെയും താമസിച്ചത്. അപ്പോൾ ഈ ഡോമുസ് സാന്താ മാർത്തയിലാണ് കർദിനാൾമാര് താമസിക്കുന്നത്. അവിടെ വന്ന് അവിടെ താമസിക്കുന്ന അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം ഇപ്രകാരമാണ്. ഈ വത്തിക്കാന്റെ ഇലക്ഷൻ പ്രൊസീജിയറിന്റെ രേഖയിൽ പറയുന്നത് അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ രഹസ്യാത്മകത സൂക്ഷിക്കണം. രഹസ്യാത്മകത സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ പ്രതിജ്ഞാബദ്ധമായ രഹസ്യാത്മകതയാണ്. സുബ് സെക്രേറ്റോ പൊന്തിപ്പിച്ചോ എന്ന് പറയുന്ന ഗ്രേഡിൽപ്പെട്ട അതികർശനമായ രഹസ്യാത്മകതയാണ് അതില് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കർദിനാൾമാര് അവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് പറയാൻ പാടില്ല. അതിനൊരു എക്സെപ്ഷൻ ഈ രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പ അനുവദിച്ചാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊരു ചെറിയൊരു റെഫറൻസ് ഈ രേഖയിൽ കാണുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ കോൺക്ലേവിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്ത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല. ഒരു കാര്യം ചോദിക്കുന്നത്, ഈ കോൺക്ലേവ് നടക്കുന്ന സമയത്ത് പുറം ലോകവുമായി ഈ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവർക്ക് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനോ ഉള്ള അവസരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവർക്ക് കോൺക്ലേവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നിടം വരെ ആളുകളെ കാണാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. കോൺക്ലേവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രൊസീജിയർ തുടങ്ങി, അതൊരു ലിറ്റർജിയിലാണ് തുടങ്ങുന്നത്. സകല വിശുദ്ധരുടെയും ലുത്തിനിയ പാടിക്കൊണ്ടാണ് അവര് ആ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ഇലക്ഷന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അപ്പോ അതില് നമുക്ക് ആ ശുശ്രൂഷ അവര് കോൺക്ലേവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകവുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ രേഖകളിൽ ഇലക്ഷൻ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല അവർക്ക് ആവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ആധുനിക സൗകര്യത്തോടു കൂടിയ സാന്താ മാർത്ത എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാണ്. അവർക്ക് മറ്റുള്ള ലോകവുമായി ബന്ധപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു പേഴ്സണൽ നീഡിന് പോലും അവർക്ക് മറ്റുള്ളവരായി ബന്ധപ്പെടേണ്ട ആവശ്യം അതിനുള്ള ആശുപത്രി പോലും ഉണ്ട്. വത്തിക്കാൻ സിറ്റിയുടെ 108 ഏക്കറിന്റെ ഉള്ളിലെ ഒരു കൊച്ചു ആശുപത്രിയും ആവശ്യമുള്ള ചികിത്സാ സംവിധാനങ്ങളും സഹായങ്ങളും ഒക്കെ അവിടെ ലഭ്യമാണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതിനുശേഷം ഈ ഡോമുസ് സാന്താ മാർത്തയുടെ കാര്യം പറഞ്ഞു. ഇനി അതിനേക്കാളും രസകരമായി എനിക്ക് ആ രേഖ വായിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം, അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ കുക്കിങ്ങിന് അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾക്കൊക്കെ ഉള്ള സ്റ്റാഫിനെ പുതിയതായിട്ട് അവിടെ നിയോഗിക്കുക മാത്രമല്ല ഈ കർദിനാൾമാർ എടുക്കുന്നത് പോലെ തന്നെ അതിന് സമാനമായ ഒരു പ്രതിജ്ഞ അവിടെ ജോലി ചെയ്യാൻ കയറുന്ന ശമാശന്മാരും അതുപോലെ തന്നെ റിലീജിയസ് പിന്നെ ജോലിക്കാര് എല്ലാവരും ആ പ്രതിജ്ഞ എടുത്ത്
അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയുകയില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സീക്രട്ട് സ്വഭാവം, അല്ലെങ്കിൽ അതിനെ പറയുന്നത് പൊന്തിഫിക്കൽ സീക്രട്ട് എന്നാണ്. ആ രീതിയിൽ തന്നെയാണ് കർദിനാൾമാർ മാത്രമല്ല, അവരെ സഹായിക്കാനും അവരെ ശുശ്രൂഷിക്കാനും നിൽക്കുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ പോലും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു നിഷ്കർഷ. അതാണ് അതിന്റെ സീക്രട്ട് സ്വഭാവത്തിനെ കുറിച്ചുള്ള കാര്യം. പിന്നെ ചിലരിപ്പോ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ. അപ്പോൾ എല്ലാവരും അതിന്റെ ഇലക്ഷൻ വോട്ട് പിടിക്കുന്നതിനെ കുറിച്ചും കാൻഡിഡേറ്റ്സിനെ കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ ചെയ്യുന്നതായിട്ട് കണ്ടു. പേപ്പൽ ഇലക്ഷന് തീർച്ചയായിട്ടും ഒരു കാൻഡിഡേറ്റ് ഇല്ല. കർദിനാൾമാരുടെ ഇടയിൽ നിന്ന് ഒരു ആളെ തെരഞ്ഞെടുക്കണമെന്നും നിയമമോ നിർബന്ധമോ ഇല്ല. ഏതോ ഒരു കത്തോലിക്ക പുരുഷനെയും വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം. പക്ഷേ ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഒരു മെത്രാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മെത്രാനായിട്ട് പട്ടം കൊടുക്കണം. അത് ചെയ്യേണ്ട ആളെ പോലും അതിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചോയ്സ് ഡീൻ ഓഫ് കാർഡിനൽസ് ആണ്, 2 വൈസ് ഡീൻ ആണ്, അതിനുശേഷം പിന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നയാള്. അങ്ങനെ ഈ രേഖയിൽ ഡൊമിനിച്ചി ഗ്രേജിസിലെ അതുപോലും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ കർദിനാൾമാരല്ലാത്ത ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുകയാണ്, ആ വ്യക്തിക്ക് മെത്രാൻ പട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മെത്രാൻ പട്ടം കൊടുത്തതിന് ശേഷമാണ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഫാദർ, എന്ന് വെച്ചാൽ സഭയിലുള്ള ഏതൊരു വ്യക്തിക്കും ദൈവം അങ്ങനെ തീരുമാനിച്ചാൽ ഏതൊരു വ്യക്തിക്കും മാർപ്പാപ്പയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പുരുഷൻ മാമോദിസ സ്വീകരിച്ച കത്തോലിക്ക സഭയിൽ അംഗമായ ഏതൊരു പുരുഷനും ഒരു സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അത് അങ്ങനെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുള്ളൂ. കർദിനാൾ സംഘത്തിൽ നിന്ന് തന്നെയാണ് ഒരു വലിയ ശതമാനം മാർപ്പാപ്പമാരും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൊർഗേസ്, ഡൊമിനിച്ചി എന്നൊക്കെ പറയുന്ന, മേദിച്ചി എന്ന് പറയുന്നൊക്കെ പരമ്പരാഗതമായ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെയുള്ള ഒരു കാലഘട്ടം സഭയിൽ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഇലക്ഷൻസ് പ്രൊസീജിയർ ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഇലക്ഷന് ക്യാമ്പയിൻ നടത്താം. ഒരു ക്യാമ്പയിനും നടത്താൻ പാടില്ല. അത് സഭയിൽ ഒരു ഇലക്ഷനും ക്യാമ്പയിൻ നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഏതെങ്കിലും തരത്തിൽ ക്യാമ്പയിൻ നടത്തിയെന്ന് നമുക്കൊരു വ്യക്തത വന്നാൽ ആ ഇലക്ഷന് തന്നെ അതിന്റെ വാലിഡിറ്റിയെ തന്നെ പലപ്പോഴും അത് ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതിനുശേഷം ഇലക്ഷന്റെ മറ്റൊരു വശമാണ് സീക്രസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇലക്ഷനിൽ എത്ര വോട്ട് കിട്ടിയെന്നൊരു രേഖയും അവിടെ സൂക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഓരോ റൗണ്ട് ഇലക്ഷൻ ഒരു ദിവസം 4 വോട്ടിംഗ് ആണ് നടക്കുക. ഒരു ദിവസം രാവിലെ 2 വോട്ടിംഗ്, വൈകിട്ട് 2 വോട്ടിംഗ്. അതിൽ 4 വോട്ടിങ്ങിലെയും ഇലക്ഷനിലെ മാർപ്പാപ്പയുടെ 3/2 ഭാഗം ഭൂരിപക്ഷം ആ പറയുന്ന വ്യക്തിക്ക് കിട്ടണം. അങ്ങനെ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ആ വോട്ടുകൾ സൂക്ഷിക്കുന്നില്ല, മറിച്ച് അത് എണ്ണി ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതിനെ കത്തിച്ചു കളയുന്നു. അവിടെ തന്നെ അതിനുള്ള ചിമ്മിനിയുണ്ട്. അതിന്റെ പുകക്കുഴലാണ് നമ്മൾ പുറത്ത് സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്ത് കാണുന്ന പുകക്കുഴൽ. അതിലൊരു തരം കെമിക്കൽ, ചിലരുടെങ്കിലും ഉള്ളിലുള്ള ഒരു വിചാരം ഇതാണ്, അത്ഭുതമാണ് ഈ വെളുത്ത പുക കറുത്ത പുക. അങ്ങനെയൊന്നുമല്ല. അതില് ഒരു തരം കെമിക്കൽ ഉപയോഗിച്ചാണ് ഈ കറുത്ത പുകയും വെളുത്ത പുകയും ഉണ്ടാക്കുന്നത്. അപ്പൊ കറുത്ത പുക എന്ന് വെച്ചാൽ ആ വോട്ടിങ്ങിൽ 3/2 ഭൂരിപക്ഷം ആർക്കും കിട്ടിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ 2, 4, 6 റൗണ്ടൊക്കെ കഴിയുമ്പോഴാണ്, 6 റൗണ്ട് എന്ന് പറയുമ്പോൾ 3 ദിവസം കഴിയും. 3 ദിവസം 1.5 ദിവസം കഴിയുമ്പോൾ 6 റൗണ്ട് ആവും. 8 റൗണ്ട് എന്ന് പറയുമ്പോൾ 2 ഫുൾ ഡേ കഴിയും. അങ്ങനെ ആ രീതിയിലാണ് ഇതിന്റെ വോട്ടിംഗ് പോകുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഇലക്ഷൻ സംബന്ധിക്കുന്ന ഈ 3 രേഖകളിലായിട്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ കത്തിക്കുന്ന ബാലറ്റ്, ആ ബാലറ്റും കത്തിച്ചു കളയും. ആ കത്തിച്ചു കളയുന്നതിന്റെ ഒപ്പമാണ് വെളുത്ത പുക ഉണ്ടാക്കുന്ന കെമിക്കല് ഉപയോഗിച്ച് അത് വെളുത്ത പുകയായിട്ട് ജനങ്ങളെ അറിയിക്കുന്നത്. മാർപ്പാപ്പയുടെ ഇലക്ഷൻ കഴിഞ്ഞു, അതിൽ ഏതോ ഒരു വ്യക്തിക്ക് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള 3/2 ഭാഗം വോട്ട് കിട്ടി എന്ന് പറയുന്നത് ആ സമയത്താണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷനെ സംബന്ധിച്ചുള്ളത്. പിന്നെ നമുക്ക് ഒരുപക്ഷെ അറിയാം, അത് ഓരോരുത്തരും പേര് എഴുതിയാണ് ഇടുന്നത്. എഴുതിയിടുന്നത് ഓരോരുത്തരും മുന്നോട്ട് വന്ന് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഉർണ എന്ന് പറഞ്ഞ എന്താണ്, ഒരു പേടകമല്ല,
ഒരു ഉരുളി പോലെയുള്ള അല്ലെങ്കിൽ ഒരു ലോഹപാത്രത്തിലേക്ക്, ഒരു കാസയിൽ പോലെ ഒരു ഷേപ്പിലുള്ള പാത്രത്തിലേക്കാണ് ഈ വോട്ടിടുന്നത്. ഇത് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ചേർന്ന് ഡിനോ കാർഡിനൽസിന്റെ നേതൃത്വത്തിലും കമലിംഗോടൊക്കെ നേതൃത്വത്തിൽ അവിടെ ഇരുന്ന് അത് എല്ലാവരെയും കാണിച്ച് ബോധ്യപ്പെടുത്തി 4 പേര് സാക്ഷ്യപ്പെടുത്തിയൊക്കെയാണ് ഈ വോട്ടെണ്ണൽ നടക്കുന്നത്. അപ്പോ അങ്ങനെ വളരെ രഹസ്യാത്മകത ഉണ്ടെങ്കിലും കർദിനാൾമാരുടെ ഇടയിൽ അതിന് കൃത്യമായ വ്യക്തതയുള്ള ഒരു വോട്ടെടുപ്പ് രീതിയാണ് ഇതിന് ഉള്ളത്. പിന്നെ പറഞ്ഞോളൂ. ഫാദർ തുടർന്നു. അല്ല, തുടർന്നോളൂ. ഫാദർ, ഞാൻ ചോദിക്കാൻ വന്നത് ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ പല ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പല കാർഡിനൽസിൻ്റെയും പേരുകൾ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമുണ്ട്. ഏഷ്യയിൽ നിന്നുള്ളവരുണ്ട്, ആഫ്രിക്കയിൽ നിന്ന്, കോങ്കോയിൽ നിന്നുള്ള കാർഡിനലുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള കാർഡിനൽസിൻ്റെ പല ആളുകളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കാം, ഒരു പക്ഷേ ഫാദറിന് എങ്ങനെയാണ് തോന്നുന്നത്, എങ്ങനെയായിരിക്കും എന്ന് എന്ന് വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ പലപ്പോഴും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ പോലും ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാർപ്പാപ്പ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രഡിക്ഷനുകൾ പലപ്പോഴും അങ്ങനെ ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നതിനുള്ളിൽ എന്താണ് നമുക്ക് ഇത് തോന്നുക? അങ്ങനെയാണ് ഇറ്റാലിയൻ പറയുന്നത്. അതായത് സോ മെനി എൻറ്റർ ആസ് പോപ്സ്. കുറെ പേര് മാർപ്പാപ്പയായി ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഇവൻ തന്നെ ആകുമെന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് പ്രവേശിക്കും ഏതിന്റെ കോൺക്ലേവിന്റെ. അതിനുശേഷം പുറത്തേക്ക് ഒരാള് ആണ് വരുന്നത്. ഇതാണ് പൈപ്പൽ ഇലക്ഷന്റെ ഒരു നേച്ചർ. അപ്പൊ ഈ പ്രഡിക്ഷൻസ് ഒന്നും തന്നെ വിശ്വസനീയവുമല്ല, സ്വീകാര്യവുമല്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ വണിപ്പുര പിതാവ് പറഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയല്ല, നമ്മൾ തെരഞ്ഞെടുക്കുന്നത് പത്രോസിന്റെ പിൻഗാമിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ തെരഞ്ഞെടുക്കുന്നത് പത്രോസിന്റെ പിൻഗാമിയാണ്. വിശ്വാസമാകുന്ന പാറയിൽ സ്ഥാപിക്കപ്പെട്ട സഭയെ സംരക്ഷിക്കാനും നയിക്കാനും ഈശോതമ്പുരാൻ പരമേൽപ്പിച്ച പത്രോസിന്റെ പിൻഗാമിയാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്, അല്ല ഈ കർദിനാൾമാർ എലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പിൻഗാമിയെ അല്ല അവിടെ എലക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ വ്യക്തിത്വങ്ങളെയാണ് സഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ പുസ്തകമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്റർവ്യൂ ആണ് ഇൽ സുച്ചസോരെ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പുസ്തകം. അത് ഒരു പത്രപ്രവർത്തകൻ മാർപ്പാപ്പയായി നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. മാർപ്പാപ്പയുടെ അഭിമുഖത്തിന്റെ ഒരു ഇതാണ്, പുസ്തകമാണ്. ആ പുസ്തകം ഇറ്റാലിയൻ ഭാഷയിൽ ലഭ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: മാർപ്പാപ്പ ഒരു ചെയ്യാത്തൊരു കാര്യം ചെയ്തു. അതിൽ മാർപ്പാപ്പ എത്ര വോട്ട് തനിക്ക് കിട്ടിയെന്നൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ബെനഡിക്ട് മാർപ്പാപ്പയേക്കാൾ തൊട്ട് താഴെ വോട്ടിൽ നിന്നിരുന്നത് ഞാനായിരുന്നു എന്ന് മാർപ്പാപ്പ അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്, ആ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പൊ നമ്മളെല്ലാവരും കരുതിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്താ കരുതിയിരുന്നത്? ആരും അറിയാത്ത ബോണസ് ഐറസിലെ ലത്തീൻ അമേരിക്കയിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വന്ന ഒരുവിനെ അങ്ങോട്ട് എലക്ട് ചെയ്താൽ. അങ്ങനെയല്ല. ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഇലക്ഷനിൽ തന്നെ, ജോൺ പോൾ മാർപ്പാപ്പ മരിച്ച സമയത്ത് ആ ഇലക്ഷനിൽ തന്നെ 2ാം സ്ഥാനത്ത് വന്ന ആളാണ് ജോർജോ ബെർഗോളിയോ എന്ന് ഇറ്റാലിയൻ വംശജനായ അർജന്റീനക്കാരൻ. അദ്ദേഹത്തിന് വലിയ ഒരു പോപ്പുലാരിറ്റി അന്നേ സഭയിൽ ഉള്ളതാണ്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടത് ബെനഡിക്ട് മാർപ്പാപ്പയായിരുന്നു. അതിലും വലിയ പ്രത്യേകതയുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പ വളരെ ജനകീയനായ, വളരെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന മാർപ്പാപ്പയായിരുന്നു. അത് നമ്മൾ ഇറ്റാലിയനിലെ, ഞാൻ ആ സമയത്ത് റോമിലുള്ള സമയമാണ്. അപ്പൊ അവിടെ ആളുകൾ പറയായിരുന്നു, അത്തോറെ ദിവന്താത്ത പാപ്പ, ഒരു ആക്ടർ ബിക്കെയിം എ പോപ്പ് എന്ന്. അതിന് എന്താ അർത്ഥം? അദ്ദേഹം നാടകം അഭിനയിക്കുമായിരുന്നു, കവിത എഴുതുമായിരുന്നു, പുസ്തകം എഴുതുമായിരുന്നു ഈ ജോൺ പോൾ മാർപ്പാപ്പ. അപ്പൊ ആ ആക്ടർ ആയിരുന്ന, ഒരു നടനായിരുന്ന മാർപ്പാപ്പ വ്യക്തി മാർപ്പാപ്പയായി. അപ്പോൾ ആളുകളുടെ ഇടയിൽ പോകാനും വളരെ പോപ്പുലർ ആയിട്ട് ഇടപെടാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന ബെനഡിക്ട് മാർപ്പാപ്പ നേരെ മറിച്ചായിരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരുപാട് സന്ദർശനങ്ങൾ നടത്തി, എല്ലാവരോടും സംസാരിച്ച്, എല്ലാവർക്കും കൈ കൊടുത്ത്, എല്ലാവരും കൈമുത്തി അങ്ങനെ പോകുന്നൊരു പതിവ്
ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ചെയ്ത വലിയൊരു സംഭാവന എന്താണ്? സഭയുടെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ വലിയ ഒരു തിന്മയിൽ നിന്ന് സഭയെ രക്ഷിക്കുന്നതിന് ആവശ്യമായ ദൈവശാസ്ത്രപരമായ വലിയ അടിസ്ഥാനം സഭയ്ക്ക് ഇട്ടുകൊടുത്തു. ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, സഭയ്ക്ക് ഓൾറെഡി വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉണ്ട്. എന്നാൽ ആ വിശ്വാസത്തിനെ വീണ്ടും കാലോചിതമായി പരിഷ്കരിക്കുകയും കാലോചിതമായി വ്യാഖ്യാനിക്കുകയും ചെയ്ത ആളാണ് ബെനഡിക്ട് മാർപ്പാപ്പ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ബെനഡിക്ട് മാർപ്പാപ്പയുടെ ആ ചിന്തയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് വിചാരിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇതൊന്നും ഈ ഗണത്തിലൊന്നും ഒരു ദൈവശാസ്ത്രത്തിൽ ഒരു ഡോക്ടറേറ്റ് പോലും ഇല്ലാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പിന്നീട് മാർപ്പാപ്പയായി വന്നത്. അദ്ദേഹം ഒരു കെമിസ്റ്റ് ആണ്. ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ സെമിനാരി വിദ്യാഭ്യാസത്തിന് പുറമെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒരു കെമിസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഒരു കെമിസ്റ്റ് ആയിരുന്ന, ഒരു ജെസ്യൂട്ട് ആയിരുന്ന, ഒരു മിഷണറി ആയിരുന്ന ഒരു വ്യക്തി മാർപ്പാപ്പയായിട്ട് വന്നു. ഇനി ഇദ്ദേഹത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ സ്റ്റൈലിലുള്ള ഒരാള് മാർപ്പാപ്പയായിട്ട് വരുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയുള്ള കണക്കൂട്ടലുകള് ഒരു പക്ഷേ സ്ഥാനത്താണ് താനും. എന്നാൽ ദൈവം അങ്ങനെയാണ് വിചാരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായും ഈ കർദിനാൾമാരുടെ ചിന്താ രീതിയും അതുപോലെ തന്നെ ഡിസ്കഷന്റെ ഒക്കെ ഫലമായി ഉരുത്തിരിയുന്ന സഭയുടെ ഇന്നത്തെ ആവശ്യം എന്താണെന്നുള്ള ഈ ദിവസങ്ങളെല്ലാം സമ്മേളനങ്ങൾ നടക്കുകയാണ്. ജനറൽ കോൺഗ്രിഗേഷൻ ഓഫ് കാർഡിനൽസ് എന്ന് പറയുന്ന ആ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉണ്ട് അത്. അതിലൊക്കെ ഇവര് അവരവരുടെ ആശങ്കകളും അവരവരുടെ പദ്ധതികളും അല്ലെങ്കിൽ ഇനി സഭയിൽ ഇതാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറയുന്നതനുസരിച്ച് അതിന് പറ്റിയ ഒരാളെ അവര് എലക്ട് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാൻഡിഡേറ്റ്സിനെ ഒന്നും ആരും വിശ്വസിക്കേണ്ട. ആര് വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവും ഇല്ല.